അധികം തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ വിമർശനങ്ങൾ കൊണ്ടങ്ങ് ഇല്ലാതാക്കുന്നൊരു പ്രവണതയുണ്ട്. അത് ചെയ്യരുത്. അതുകൊണ്ട് ആർക്കും ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനത് വളരെ സത്യസന്ധമായിട്ട് പറയാറ്. അവർ സ്വയം മനസ്സിലാക്കി ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവരിങ്ങനെ ഇവളങ്ങനെ അവരിങ്ങനെ എന്നൊന്നും പറയണ്ട. ഒക്കെ എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. മനസ്സിലായാലും മിണ്ടാതിരിക്കുന്ന അവരുടെ മാന്യത കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. സത്യം പറയുന്നവർ വിലയില്ല. അവരെ എടുത്തിട്ട് പൊരിക്കാൻ നോക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കും വിലയില്ല. ഇതെല്ലാം ഇപ്പോൾ ഒരുമാതിരി അഭിനയമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തിയത് എൻ്റെ മക്കൾ സിനിമയിൽ വന്നപ്പോൾ ജനങ്ങൾ നൽകിയ സ്വീകാര്യതയെക്കുറിച്ച്, എൻ്റെ കൊച്ചുമക്കളെക്കുറിച്ച്, എൻ്റെ ആദ്യം സിനിമ പിന്നെ മുടങ്ങി വീണ്ടും സിനിമ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഈ സിനിമയും സിനിമാ പ്രവർത്തകരുടെയും മാത്രം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. എനിക്ക് സത്യം പറയുകയാണ്, കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞത് ഒരു പക്ഷേ സിനിമയിലുണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതിലുപരി സിനിമയ്ക്ക് പുറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സൗഹൃദ ബന്ധങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പം ഈവൻ അമേരിക്ക എടുത്താലും അതെ, എത്ര പേരാ വലിയ ചേച്ചി ഞങ്ങൾ ഇത് കണ്ടു, ഇൻ്റർവ്യൂ കണ്ടു, യൂട്യൂബ്. അപ്പോൾ കുറേയൊക്കെ എൻ്റെ ചേട്ടൻ വഴി, ഡോക്ടർ എം വി പിള്ള സാറിൻ്റെ പെങ്ങളാണ് എന്നുള്ള വഴി ഇങ്ങനെ ഡോക്ടർ പിള്ള സാർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ പാടും കേട്ടോ, രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അതൊക്കെ പുറത്ത് പറയത്തില്ല. അവിടെ കണ്ടിരിക്കുക പാടിയതൊക്കെ ഞാൻ അറിയൂ. ഏതായാലും ഈ പറഞ്ഞതുപോലെ അങ്ങനെ വന്നതുണ്ട്. അല്ലാതെ ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അമേരിക്കയിലുണ്ട്, ഒട്ടനവധി ആൾക്കാരുണ്ട്. അതിൽ 2-3 പ്രമുഖരാണ്. റാണി, പിന്നെ കനക എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പിന്നെ ഈ പറയുന്ന ഹേമ, ഇവർ കുറച്ച് പേര്, ശാരദയൊക്കെ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ എനിക്കൊരു വലിയ കോളേജ് ഗ്രൂപ്പുണ്ട്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. കാരണം കോട്ടൺ ഹില്ലിൽ പഠിച്ചിട്ട് വിമൻസ് കോളേജിൽ നിന്ന് വന്നവരും അല്ലാതെ വന്നവരുമായിട്ട് വിമൻസ് കോളേജിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങൾ ആദ്യം പല പല പേരുകളൊക്കെ ഇട്ടെങ്കിലും അവസാനം ഇപ്പോൾ കൂൾ ലീഡേഴ്സ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അത് ഒരു പരിധി വരെ ആ ഗ്രൂപ്പ് വളരെ രസകരമാണ്. കാരണം വേറെ ആരുമില്ല, ഞങ്ങളല്ലേ ഉള്ളൂ. ഈ അവിടെ നിന്ന് വന്ന എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 10-100 പേര് കാണുമായിരിക്കും. അത് വളരെ നമുക്കൊരു മാനസികമായിട്ട് ചിലപ്പോൾ ഒരു ഉന്മേഷം അതിനകത്ത് പാടും. ഞങ്ങൾ ആണ്ടിലൊരു ഗെറ്റ് ടുഗദർ വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാം, കഥയൊക്കെ അടച്ചിട്ടെ. കാരണം ഈ പ്രായത്തിലൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ തിരുവാതിരയും ഓട്ടത്തുള്ളലും അതും ഇതുമൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ പോകും. ഇത് ഒരു ഗെറ്റ് ടുഗദർ ഈ പറഞ്ഞിട്ട് ഞങ്ങൾ നടത്താറുണ്ട്. അവിടെ തന്നെ എനിക്ക് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂട്ടുകാരാണെങ്കിലും ഒരു 10-15 പേര് ഒരു വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഡോക്ടർ ഹേമ, ഡോക്ടർ ഗിരിജ നമ്പൂതിരി, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ റാണിയാണെങ്കിൽ ഇവരെല്ലാവരും അതെ, എല്ലാവരും കൂട്ടുകാരാണ്. പക്ഷേ അല്ലാതെ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നുപരിയായിട്ട് പേഴ്സണലായിട്ട് ഈ മെസ്സേജ് അയക്കുന്നവരുണ്ടാവില്ല. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. അതൊന്ന്. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരാണ് ചേച്ചി ഇതിലൊന്നും അല്ലാത്ത കുറേ കൂട്ടുകാർ എന്ന് ചോദിച്ചാൽ എല്ലാവരും പ്രമുഖരാണ്. സത്യം പറയാം. കാരണം 1-2 ആൾക്കാരല്ല. തിരുവനന്തപുരം ജില്ലയിൽ നോക്കിയാൽ തന്നെ എനിക്ക് മല്ലിക ചേച്ചിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ചേച്ചിയുടെ ഒരു കാര്യം എന്നുള്ളൊരു നിലപാടുണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞു പോകും. അതിൽ പ്രമുഖരാണ് ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ മുതലാളി ശ്രീ വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ബീന. അപ്പോൾ എൻ്റെ ബന്ധക്കാരൊക്കെ ഉണ്ട്. ഇവിടെ എൻ്റെ ചേച്ചിയുണ്ട്, ഏറ്റവും മൂത്ത വലിയച്ഛൻ്റെ മക്കളും കൊച്ചുമക്കളും അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല, ഈ പരിചയം വെച്ചുകൊണ്ട് മാത്രം നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും നമ്മുടെ ഒരു കാര്യത്തിന് നമ്മളില്ലെങ്കിൽ പോലും ഓടി അങ്ങനെയൊക്കെയുള്ള ചില രീതികളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് വാസ്തവത്തിൽ പട്ടണങ്ങളിൽ സാധാരണ അത് കുറവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും കുറച്ച് ആൾക്കാർ കാണും. അങ്ങനെ ഞാൻ അതിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തിപരമായ ഒരു ബന്ധങ്ങളിൽ കൂടെ അടുപ്പത്തിലൂടെയും വളർന്നു വന്ന സൗഹൃദങ്ങളാണിതെല്ലാം. അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കടയിൽ ചെന്നാലോ, ഇപ്പോൾ കല്യാണിൽ ചെന്നാലും
ഫീമെയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വരുമ്പോൾ നമ്മൾ പോകുമല്ലോ. ഇപ്പോൾ കുഞ്ഞിൻ്റെ പിറന്നാൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ഓണം വന്നു, അപ്പോൾ നമ്മളൊരു തുണിക്കടയിൽ പോവും, നിൽക്കുന്ന പിള്ളേർക്കടക്കം നമുക്ക് വാങ്ങിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും അവരൊക്കെ കാണിക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു സ്നേഹവും ഞാൻ തുണി വാങ്ങിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു മാലയോ ഒരു വളയോ അതൊന്നും അല്ല, അല്ലെങ്കിലും ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഒരു വിശേഷം അതാ ചേച്ചി ഇവിടെ വരെ ഒന്ന് വന്നേച്ച് പോയി ചേച്ചി ഒരു 5 മിനിറ്റ്. എന്തിനാണ് അവരെന്നെ അങ്ങനെ വിളിക്കുന്നത്? എന്നെക്കാട്ടിൽ എത്രയോ വലിയ വൻകിട എന്താ പറയുക ബിസിനസ് സമയമായിട്ട് നടത്തുന്നവരും സ്വർണം വാങ്ങിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതല്ല ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത് പൈസയിലൂടെ മാത്രം വളരേണ്ട ഒന്നല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പൈസ ആർക്കും ഉണ്ടാവും അല്ലേ, നേരായ വഴിയിൽ കൂടെ നേരല്ലാത്ത വഴിയിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് കുറച്ചൊക്കെ നമുക്കറിയാം, അതെന്തോ ആട്ടെ, അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ അതല്ലാതെ അയ്യോ കഷ്ടതീശ നമുക്ക് ഇവരെ കൊണ്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇവർക്കൊക്കെ എന്ത് പ്രയോജനം, എന്നിട്ടും ഇങ്ങനെ എന്ത് കാണുമ്പോൾ നമുക്കതൊരു നിറവാണ് മനസ്സിൽ. അങ്ങനത്തെ ഒരു വ്യക്തിബന്ധങ്ങൾ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എല്ലാവരുടെയും പേരുകൾ അങ്ങോട്ട് കിട്ടുന്നില്ല. ആദ്യം വരുന്നത് കോളേജ് ഗ്രൂപ്പാണ്. കാരണം അതിനകത്താണ് ഏറ്റവും ഒട്ടനവധി കൂട്ടുകാർ തിരുവനന്തപുരത്ത് തന്നെയുള്ള താമസക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ ഓർത്തോർത്തോർത്ത് വരികയാണെങ്കിൽ എനിക്കൊരു 10-15 പേരുടെ പേര് അതിനകത്ത് പറയേണ്ടി വരും. അതേപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പേരുകൾ മാധ്യമ സുഹൃത്തുക്കൾ. ഇന്ന് എന്നെ സത്യം പറയുകയാണെങ്കിൽ ഈ മാധ്യമ സുഹൃത്തുക്കളെ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നവർ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു തെറ്റും കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്നെ കാണുമ്പം ഒരു മല്ലികാമ്മ എന്ന് വിളിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ഈ പുറത്ത്. അതുപോലെ തന്നെ അവരും ഒരു അമ്മസ്ഥാനത്തുള്ളൊരു സ്ത്രീ, ഒരു പ്രായമായ സ്ത്രീ, ഞങ്ങളുടെയൊക്കെ ഒരു മൂത്ത ചേച്ചി, ആ ഒരു സ്നേഹം അവർ കാണിക്കാറുണ്ട്, കാണിച്ചിട്ടുണ്ട്, ഇന്നും ശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആർക്കും എന്നെക്കൊണ്ട് ദ്രോഹമൊന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും പറയുന്നെങ്കിൽ തന്നെ പല കാരണങ്ങളാണ്. ചിലപ്പം മക്കൾ ഇത് വരുമ്പോഴും ഒരു ചെറിയ അസൂയ വരുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് പറയുക. അല്ലാതെ ഇപ്പം ഞാൻ ആരെ കാണുന്നു, ആരെ കാണാറുമില്ല, ആരുടെ അടുത്ത് പോകാറുമില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് ഞാൻ നിരന്തരം സഞ്ചരിച്ചിട്ടുമില്ല. ആ കഥകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ആരാണ്, അതാര്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വ്യക്തിപരമായി കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ പലരും ചെയ്യുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായക്കാരിയല്ല, തെറ്റ് ചെയ്തവരുണ്ട്. പക്ഷേ അധികം തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ വിമർശനങ്ങൾ കൊണ്ടങ്ങ് ആരോപണങ്ങൾ കൊണ്ടും ഇല്ലാതാക്കുന്നൊരു പ്രവണതയുണ്ട്. അത് ചെയ്യരുത്. അതുകൊണ്ട് ആർക്കും ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനത് വളരെ സത്യസന്ധമായിട്ട് പറയാണ്. ആരോ പറഞ്ഞ പോലെ ഇതെല്ലാം പറഞ്ഞ് ചുരുട്ടി കൂട്ടി നിങ്ങളങ്ങ് പോകും, അപ്പുറത്തോട്ട് മാറി തീർന്നു. ഇവരൊന്നും വേറെ ഒരു പണിയില്ല എന്ന് പറയുന്നവരാണ് ഇന്ന് പഠിച്ച യുവതലമുറ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പണ്ടത്തെ പോലെ നമുക്ക് അപ്പൂപ്പന്മാരും അമ്മമാരും ഒന്നും പറഞ്ഞു തരണ്ട. എൻ്റെ കൊച്ചുമോളെ പറ്റിക്കാൻ ഞാനിപ്പോൾ ഒരു കഥ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഫോൺ ഇന്ദ്രത്തിൻ്റെ രണ്ടാമത്തെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് അപ്പോൾ ഞാൻ അമ്മയെ ചുമ്മാ ഇങ്ങനെ ഈ ഫോൺ എടുക്കാൻ സമ്മതിക്കല്ലേ, അവൾ താഴെ കണ്ടിട്ടത് പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ടീപ്പോയിൽ വെച്ച് ഇവിടെ അതുപോലെ അമ്മൂമ്മ ഒന്നും പറയത്തില്ലെന്നറിയാം. അപ്പോൾ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ മക്കളെ അമ്മൂമ്മയുടെ ഫോൺ ചീത്തയായിപ്പോയി, ഒന്നുമില്ല, എൻ്റെ ചക്കരെ അച്ഛനോട് പറയണേ അമ്മൂമ്മയ്ക്കൊരു ഫോൺ വാങ്ങിച്ചു തരാൻ എന്നൊക്കെ അഭിനയിച്ചുകൊണ്ട് ഭയങ്കര അഭിനയം, തകർത്ത് വെച്ച അഭിനയം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്ന് എനിക്കത് 3 വയസ്സോ ഒറ്റേ ഉള്ളൂ അപ്പോഴേ. എന്നിട്ടത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ മുഖത്തോട്ടേക്ക് നോക്കുന്നുണ്ട്. അവൾ അവിടെ ഇവിടെയൊക്കെ ചെക്കുന്നുണ്ട്. ഷോ, എൻ്റെ അമ്മുമ്മയുടെ ഒരു കാര്യം ഞാൻ തോറ്റു എന്ന് ഇങ്ങനെ ഇത് അവൾക്ക് പറഞ്ഞാൽ ആ തോറ്റു എന്നുള്ളതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കണ്ടോളാം. അയ്യോ ഈ അമ്മുമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ വേണേ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ചീത്തയായെന്ന് പറഞ്ഞാൽ എങ്ങനെ അമ്മുമ്മയെന്ന് ഞാൻ പറഞ്ഞാ എന്തിനാ എന്നെ ഇങ്ങനെ നീ അപമാനിക്കണ്ടായിരുന്നു. തന്നെത്താനെ അവൾ ഓൺ ചെയ്ത് അതിനകത്ത് എന്തോ ഒരു ഗെയിംസോ അതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് ലോകം. അവർ സ്വയം മനസ്സിലാക്കി ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവരിങ്ങനെ ഇവളങ്ങനെ അവരിങ്ങനെ എന്നൊന്നും പറയണ്ട. ഒക്കെ എല്ലാവർക്കും എല്ലാം മനസ്സിലായാലും മിണ്ടാതിരിക്കുന്ന അവരുടെ മാന്യത കൊണ്ടാണ് നമ്മൾ വിചാരിക്കണം. എന്തിനാ ആരെ തിരുത്തണം? നമ്മൾ ആരും ഒന്ന് തിരുത്തി പിടിച്ച് ഒരു വലിയ കടപ്പാടോടുകൂടി ഈ ഭൂമിയിലോട്ട് വന്നവരല്ല. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി,
നമ്മുടെ ഓരോ ജോലി നമ്മുടെ തലയിൽ എഴുതി നമ്മൾ ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നു. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തിരുത്താൻ നടക്കാതെ ആ സമയം കൂടെ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൗഹൃദങ്ങളുടെ ഒരു വിലയാണ്. കാരണം പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ചിലരുടെയൊക്കെ രീതികൾ കാണുമ്പോൾ ഈശ്വര, അതുപോലെ തന്നെ വിജി എന്ന് പറയുന്ന എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഓടി വന്നൊന്ന് കണ്ടിട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പം ഞാനില്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ച് വരിക എന്ന് വരും, അത് 10 ദിവസം കൂടെ കഴിയും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ നമ്മുടെ ഇവിടെ നിൽക്കുന്നവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ വിളിച്ച് പറയുന്നവരുണ്ട്. അതൊരു വല്ലാത്ത സൗഹൃദമാണ്. കാരണം അവരാരും സിനിമാക്കാരല്ല, എന്നെയോ എൻ്റെ മക്കളെയോ വെച്ച് സിനിമ എടുക്കാൻ ആലോചിക്കുന്നവരല്ല, ഒന്നുമല്ല. അപ്പോൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. പണ്ടേ ഉള്ള ബന്ധങ്ങൾ, അതിപ്പോൾ സിനിമയിലൊക്കെ ഉപരിയായിട്ട് ഈ പറഞ്ഞതുപോലെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞ ഒരു താരമൂല്യം ഒന്നും കൽപ്പിക്കാതെ നല്ലത്. അത് രാജുവിനും ഇന്ദ്രനും ഉണ്ട് കേട്ടോ. എനിക്കത് അസൂയ തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇന്ദ്രൻ്റെ കൂടെ സൈനിക് സ്കൂളിൽ പഠിച്ചവർ ഇന്നും അവൻ UK-യിലും പിന്നെ അവിടെ അമേരിക്ക അവിടെ ഇവിടെയൊക്കെ ചെന്നറിയാൻ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് എയർപോർട്ടിൽ വരുന്നത്. ഒരു 6-7 പേരാണ് ലണ്ടനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ പൊന്നു പോലെ. കാരണം അവരത്രയ്ക്കാണ് ആ സൈനിക് സ്കൂളിൽ ജീവിച്ചത്. അതുപോലെ രാജുവിൻ്റെ കൂടെ പഠിച്ചിട്ട് രാജു ഓസ്ട്രേലിയയിൽ പോയപ്പോൾ കൂടെ പോയിട്ടുണ്ട്. കൃഷ്ണകുമാർ, ദുബായിലുള്ള ഒരു അർജുൻ, ഇവരെയൊക്കെ നമ്മുടെ വീട്ടിൽ രാജുവിനെ പോലെ തന്നെ ഒരു നമ്മുടെ കുട്ടികളെ പോലെ നമ്മൾ നോക്കിയിരുന്നവരാണ്. പക്ഷേ അതെല്ലാം ഇന്നും ഈ പറഞ്ഞവരെ രാജുവിന് കുറവാണ്. പക്ഷേ ഉള്ളവരെ അവൻ നല്ല ഈ പറഞ്ഞതിലോട്ട് അങ്ങേ അറ്റത്തെ സ്നേഹത്തോടെ നേരമില്ലാത്തതാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം. ഇവിടെയൊക്കെ പോകാനുമൊക്കെ എന്തെങ്കിലും കാരണവശാൽ അവിടെയൊക്കെ പോയി വരികയാണെങ്കിൽ എല്ലാവരെയും വിളിക്കും, കാണും, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി. ഞാൻ എപ്പോഴും പറയുന്നത് സൗഹൃദങ്ങൾക്ക് വലിയ വില. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മാധ്യമങ്ങളായാലും രാഷ്ട്രീയ രംഗത്തായാലും ഇതിലൊക്കെ ഉപരിയായിട്ട് അവരൊക്കെ വേറെ ആവശ്യങ്ങളൊന്നുമില്ല. പണ്ടേ അറിയാം, ചിലർ സുഖേട്ടൻ്റെ ഭാര്യയായിട്ട്, ചിലർ ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട്, ചിലർ കൂടെ പഠിച്ച ഞങ്ങളുടെ മല്ലികയായിട്ട്. എനിക്ക് വേറൊരു പേരുണ്ട് കേട്ടോ, മോഹൻ മല്ലിക എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കഥകളാണ്, ഒരു പക്ഷേ എല്ലാവർക്കും ഓർമ്മ കാണും. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനോടൊക്കെ വല്ലാത്ത പേരുകളാണ്. ഞാനും എൻ്റെ 2 ചേച്ചിമാരും. പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഇന്ദ്രനുണ്ടെന്ന് തോന്നുന്നു. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇപ്പോൾ ഇത്രയൊക്കെ ആയി ഓരോ കുഞ്ഞുങ്ങളുമൊക്കെ ഈ പ്രേമവും രാഗവും മോഹമൊക്കെ കട്ട് ചെയ്തിട്ട് ചന്ദ്രിക, മേനോ, ലതിക, കർത്ത എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ മല്ലിക സുഖ. അപ്പോൾ എൻ്റെ അച്ഛൻ ഇതുപോലെ പ്രശ്നമാണോ? പക്ഷേ എന്തോ ഇനി മറ്റേത് കൂടെ മാറ്റിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ അങ്ങനെ പിന്നീട് അതിന് ശേഷം എല്ലാവരും വിളിക്കുന്നത് മല്ലികയെ എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള സുഹൃത്തുക്കളിൽ പലരും ഇന്നും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എന്തെങ്കിലും ഒരു പനി വന്ന് നമ്മളവിടെ എന്താണോ തനിക്ക് ഏതാണ്ട് പനിയാണെന്നോ വൈറൽ ഫീവറാണെന്നോ കാലേ നീരാണെന്നോ ഒക്കെ കേട്ടല്ലോ, ഇതെങ്ങനെയാണ് ഇതിനോടൊക്കെ ന്യൂസൊക്കെ പോകുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുമല്ലോ എന്തായാലും. അപ്പോൾ അത് ജീവിതത്തിലെ വേറൊരു സമ്പാദ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റൊന്നുമില്ലാതെ സൗഹൃദങ്ങളിലൂടെ ബന്ധങ്ങളിങ്ങനെ വളരുക അല്ലെ വളർത്തുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ള അതാണ്. കാരണം ഈ സമൂഹത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോൾ കാണാത്തതുമായ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് സത്യം, സ്നേഹം. ഇത് രണ്ടുമില്ല. അത് രണ്ടും വളരെ കുറവ്. ഞാൻ അത് സത്യസന്ധമായിട്ട് പറയാണ്. ഒരുപക്ഷെ എന്നോട് യോജിക്കുന്ന പ്രായമായ അമ്മമാർ കാണുമായിരിക്കും. ഇനിയിപ്പോൾ അറിയത്തില്ല യുവതലമുറയ്ക്ക് ഇത് പിടിക്കുമോ ഇല്ലയോ. അത് പിടിച്ചാലും പിടിച്ചില്ലെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങളൊരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരുന്നത് ആലോചിക്കുക, അപ്പം മനസ്സിലാവും സത്യം പറയുന്നവന് വിലയില്ല. അവനെ എടുത്തിട്ട് പൊരിക്കാൻ നോക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കും വിലയില്ല. ഇതെല്ലാം ഇപ്പോൾ ഒരുമാതിരി അഭിനയമായിട്ട് മാറിയിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്കറിയാം എന്തിനാണ് ഈ സ്നേഹം അഭിനയിക്കുന്നതെന്നൊക്കെ. അതിപ്പോൾ ഏത് രംഗത്തായാലും, ഞാൻ ഇന്ന സിനിമാ ഫീൽഡിനെ കുറിച്ച് പറയുമല്ലോ കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ് അല്ലേ. അപ്പോൾ അവിടെ പോകുമ്പോഴും അവിടെ പോകുന്നതിന് മുമ്പൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ അയ്യോ ഇങ്ങനെ ഒരാൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു മാർക്ക് അവിടെ ഇട്ടിട്ട് പോയാൽ അതും ഒരു മഹാപുണ്യമല്ലേ. അപ്പോൾ അവിടെ പൈസയും
നമ്മുടെ മറ്റു കാര്യങ്ങളോ പ്രവൃത്തികളോ ഒന്നും നിലനിൽക്കത്തില്ല. നമ്മുടെ മനസ്സിൻ്റെ നേർമ, നമ്മൾ പറയുന്ന കാര്യങ്ങളിലുള്ള സത്യസന്ധത, അതേപോലെ നമ്മളെങ്ങനെ സ്നേഹിച്ചു പറയുകയൊന്നും വേണ്ട. ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പക്ഷേ ആ സ്നേഹം, ഇതൊക്കെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് അത് പ്രാവർത്തികമാക്കിയാൽ ഈശ്വരൻ നമ്മളോടൊപ്പം കാണും. സുഖമായിട്ട് വലിയ ദുഃഖങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ ഇപ്പോൾ ഇത് കേട്ടാൽ ചോദ്യം, അതായത് നമ്മളൊക്കെ അങ്ങനെ ചിരഞ്ജീവികൾ അല്ലല്ലല്ല. ഒരു പ്രായം കഴിയുമ്പോൾ ഭഗവാൻ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴേ എഴുതിയിട്ടുണ്ട് ഏത് പ്രായത്തിൽ പോകണം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ അതിൻ്റെ പോലെ നടന്നോട്ടെ. പക്ഷേ ആ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിഷമിച്ചിരിക്കുന്ന ഒരാളോട് സ്നേഹത്തിൽ 2 വാക്ക് പറയേണ്ടതിന് ഒരവിടെ ചാടിക്കടിക്കാൻ ചെന്നാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് സ്നേഹത്തിന് പ്രാധാന്യമുണ്ട്. പിന്നെ സത്യസന്ധമായിട്ട്, അത് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, സത്യം പറയാൻ പഠിക്കരുത്. പോലെ ചിലപ്പോൾ അപ്പം കേൾക്കുന്നവർക്ക് ഒരു ചെറിയ വിഷമം തോന്നും, സത്യം പറഞ്ഞ് വലിയ ശീലമില്ലാത്തവർക്ക്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സുഖമായിട്ട് കിടന്നുറങ്ങാം. ഞാൻ ഒരു കള്ളവും പറഞ്ഞില്ല, ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് അല്ലേ? നമുക്ക് നമ്മളെന്തെല്ലാം കാണുന്നു, അവരിങ്ങനെ പറഞ്ഞു, അത് കള്ളക്കഥ മറ്റേത് പറഞ്ഞ് എന്തോ ആവട്ടെ, സത്യമെന്തോ അത് ഈശ്വരൻ അതെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റവും വാക്കും പ്രവൃത്തിയും ജോലിയിലുള്ള ആത്മാർത്ഥതയും ഇതെല്ലാം അടിസ്ഥാനപരമായിട്ടൊരു സത്യവും സ്നേഹവും ഒക്കെ വേണം. അങ്ങനെ ജീവിക്കുക, എനിക്കതേ പറയാനുള്ളൂ. വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങളുമായിട്ട് ഞാൻ വരാതിരിക്കില്ല. എങ്കിലും എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കത്തെ ചില അസുഖത്തിന് വേണ്ടി എടുത്ത ലീവെല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വീണ്ടും വരുന്നത് ഇതാണ്. ഞാൻ അഭിനയിക്കുന്ന ഒരു സീരിയൽ എവിടെ പോയി ചോദിച്ചുകൊണ്ട് 1000കണക്കിന് മെസ്സേജുകൾ വരുന്നുണ്ട്. അതൊക്കെ ഇനിയും വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണല്ലോ എല്ലാം, അല്ലേ? എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.